ശ്രീ പ്രശാന്ത്, ഈ കേന്ദ്രം കൊണ്ടുവരാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് ഒരു എം പി കൂടി രംഗത്തെത്തുകയാണ്. അത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടല്ലേ? പിന്നെ രാഷ്ട്രീയത്തിൽ ചലനം ഉണ്ടാക്കുമല്ലോ. കാരണം വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് ഒരു എം പി, അത് കേരള കോൺഗ്രസിൻ്റെ എം പി, കേരള കോൺഗ്രസിൻ്റെ മാണിയുടെ തട്ടകമായിട്ടുള്ള കോട്ടയത്ത് നിന്ന് ജോസഫിൻ ജയിക്കുകയാണ്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം ജയിക്കുകയും ഫ്രാൻസിസ് ജോസഫ് ഗ്രൂപ്പിൽ അദ്ദേഹം ജയിക്കുന്നത് മാണിയുടെ തട്ടകമായിട്ടുള്ള ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഇപ്പോൾ വളരെ കാലമായിട്ട് കേരള കോൺഗ്രസ് രണ്ട് ഗ്രൂപ്പുകളാണ്. അപ്പം മാണിയാണ് കേരള കോൺഗ്രസിൻ്റെ സത്ത എന്നിപ്പോഴും മാണി ഉള്ളിടത്തോളം കാലം വിചാരിക്കും. ഇപ്പോഴും അങ്ങനെ കരുതിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനകത്ത് നിന്ന് മാണിയെ മാറ്റി അവിടെ ജയിക്കാൻ കഴിയുമ്പോൾ ആ ജയം സ്ഥിരമാവണമെങ്കിൽ, തുടർന്ന് പോകണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആനുകൂല്യം വേണം. ക്രിസ്ത്യാനികളുടെ ആനുകൂല്യം വേണമെങ്കിൽ ഈ വഖഫ് നിയമത്തിൽ അല്ലെങ്കിൽ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് നിന്നിട്ടേ കാര്യമുള്ളെന്ന് കേരള കോൺഗ്രസ്സിന് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് കാണുന്നത്. കാരണം വളരെ കാലമായിട്ട് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫിനെതിരെ സമരം നടന്നു. ആ സമരത്തിൻ്റെ തുടക്കം, ആ സമരം ജനങ്ങളിലെത്തിച്ചത് BJP ആണ്. അത് BJP എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അവിടെ പോയി ഈ വഖഫ് നിയമ ഭേദഗതി അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന വഖഫ് നിയമം മൂലം വസ്തുവും വീടും നഷ്ടപ്പെടാൻ പോകുന്ന ഇവിടുത്തെ ജനതയുടെ കൂടെ ഞാനുണ്ടാവും, കേന്ദ്രമന്ത്രി ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം കേന്ദ്രത്തിനെ കൊണ്ട് ചെയ്യിക്കും, അല്ലെങ്കിൽ വഖഫ് ഭേദഗതി ഇവിടെ ഭേദഗതി വരുത്തും, അതിലൂടെ നിങ്ങൾക്ക് പാർപ്പിടം തിരിച്ചു തരുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടുത്തെ ജനങ്ങൾ ഈ തീരുമാനത്തിനോട് അനുകൂലിക്കുകയും BJPയുടെ കൂടെ ചേരുകയൊക്കെ ചെയ്യുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പോകേണ്ടി വന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പോകുമ്പോൾ അല്ലെങ്കിൽ UDF കാര്യം പറയുമ്പോൾ LDF അവിടെ ഇടപെടേണ്ടി വരുമ്പോൾ മുസ്ലിം ലീഗിനെ പേടിച്ച് വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറയാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസരത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ മുസ്ലിം ലീഗ് അവർക്ക് അനുകൂലമായിട്ട് പറയുന്നു, മുസ്ലിം ലീഗ് അനുകൂലമായിട്ട് പറയുന്നത് അടുത്ത 2026 രാഷ്ട്രീയ ലാഭത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആ രാഷ്ട്രീയ ലാഭത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് അവിടുത്തെ പാവം പിടിച്ച ജനങ്ങളുടെ കൂടെ ആണെന്ന് പറയുമ്പോൾ ആ പറച്ചിലിൻ്റെ കൂടെ അവരെ ചതിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടത്. ഷാജി പറഞ്ഞത് ഇത് വഖഫ് ഭൂമിയാ, ഈ പറയുന്ന ബഷീർ പറയുന്നു വഖഫ് ഭൂമിയാ. അത് കണ്ടുകൊണ്ട് വഖഫ് ഭൂമി അല്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇവർക്ക് അനുകൂലമായപ്പോൾ അത് കണ്ടുകൊണ്ട് ആ ഭൂമി വഖഫ് അല്ലെന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിച്ച് ജയിക്കുന്ന കോൺഗ്രസ് അവരെയും കൂടെ നിർത്തുന്നതിന് വേണ്ടി പറഞ്ഞപ്പോൾ ആണ് ഈ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞത് വഖഫാണോ അല്ലയോ എന്ന് പറയുവാനുള്ള അധികാരം ഞങ്ങൾക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? വഖഫാണോ അല്ലയോ പറയാനുള്ള മുസ്ലിങ്ങൾക്കാണ്, നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല. ആ രീതിയിലേക്ക് കാര്യം പറയുമ്പോൾ ആ ഭൂമി വഖഫിൻ്റെതാണെന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ് പറയുമ്പോൾ, വഖഫിൻ്റെതാണെന്ന് പറയുമ്പോൾ തന്നെ അവരെ അവിടുന്ന് കുടിയിറക്കത്തില്ലെന്ന് പറയുമ്പോൾ ആ പറച്ചിലിനകത്ത് ഞങ്ങളുടെ ആനുകൂല്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അവിടെ താമസിച്ചു കൊള്ളുക എന്നുള്ളൊരു ധ്വനി അതിനകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യം പറയുമ്പോൾ ഇത് ഇവിടുത്തെ ക്രിസ്ത്യാനി ചർച്ചയാകുമ്പോൾ കേരളത്തിലുള്ള ഉടനീളം ക്രിസ്ത്യാനികളുടെ ഭാഗം നിൽക്കാൻ ആളില്ലാതെ വരുന്ന ഒരവസ്ഥ വരുമ്പോൾ ഈ വഖഫിന് അനുകൂലമായി ഇവിടുത്തെ UDFും LDFും നിയമസഭയിൽ നിയമം പാസ്സാക്കുമ്പോൾ അന്ന് ചർച്ച വന്നതാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 18ഓളം നിയമസഭാ സാമാജികർ ഉണ്ടായിട്ടും അത് ക്രിസ്ത്യൻ സാമാജികരായിട്ടും ഇത്തരത്തിൽ കുടിയിറക്കപ്പെടുന്ന 300ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ഭാഗം പറയാൻ ഇവിടുത്തെ MP മാരോ MLA മാരോ ഇല്ലാത്തൊരവസ്ഥ. ഇത് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഖഫിൻ്റെ നിയമം വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും അവസാനം മുസ്ലിം ലീഗ് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുഴപ്പം വരത്തില്ലെന്ന് UDF പറയുമ്പോൾ ഇത് വഖഫിൻ്റെ ഭൂമിയാണോ എന്ന് LDF പരിശോധിക്കാൻ നിൽക്കുമ്പോൾ അടുത്ത 2026 ഇലക്ഷൻ വരുമ്പോൾ ഈ ഭൂമിയുടെ ഉടമസ്ഥരുടെ കൂടെ അല്ലെങ്കിൽ ഈ വഖഫ് നിയമം ആർക്ക് ദോഷം ചെയ്യുന്നു അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് രണ്ട് മുന്നണിയും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും അവരെ കബളിപ്പിക്കാൻ നിൽക്കുകയും ചെയ്യുകയാണെന്ന് അവിടുത്തെ ജനം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ MP അങ്ങനെ പറയേണ്ടി വരുന്നത്. ഈ MP അവിടെ പോയി അവരുടെ സമരത്തിൽ
പങ്കെടുക്കുന്നു. ആ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇത്ര ദിവസത്തെ സമരത്തിൽ ഇത്ര അല്ലെങ്കിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ സമരം എത്ര ദിവസമാണെന്നുള്ള സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് അവർക്ക് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കേണ്ടി വരുന്നു. ആ പരസ്യമായിട്ടുള്ള പിന്തുണ എന്ന് പറഞ്ഞാൽ ഭേദഗതി, ഇവിടെ വരുന്ന ഭേദഗതി, BJP കൊണ്ടുവരുന്ന ഭേദഗതി, വഖഫിനെ ഇതിനകത്ത് ജനാധിപത്യ സംവിധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള പുൻ നിയമം, അതിന് ഭേദഗതി വരുത്തുന്നതിൻ്റെ അനുകൂലമായിട്ട് ഞാൻ വോട്ട് ചെയ്യും എന്ന് ഒരു UDFൻ്റെ കേരള കോൺഗ്രസിൻ്റെ MP പറയേണ്ടി വരുമ്പോൾ അതിനനുകൂലമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനി എന്ന് അവർ കണ്ടുകൊണ്ട് അവർ പറയുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും ഇവിടെ ഒരു ഘടകക്ഷിയാണല്ലോ, UDFിലുള്ള MP ആണല്ലോ ഇത്. അത് UDFിനെ വെട്ടിലാക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, UDFിനെ വെട്ടിലാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടാണ്. അല്ലെങ്കിൽ ആ പാർട്ടിയെ അന്നും ഇന്നും ക്രിസ്ത്യൻ വോട്ടെന്ന് പറയുന്നത് പരസ്യമായ രഹസ്യമാണ്. അന്നും ഇന്നും ആ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ബിഷപ്പുമാരാ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരാ. അവരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നവർ നിലനിൽപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ്സിന്. അതുകൊണ്ട് അവരുടെ അഭിപ്രായമാണ് ഈ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അതായത് BJP കൊണ്ടുവരുന്ന ഭേദഗതിക്ക് അനുകൂലമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനി ഭൂരിപക്ഷവും എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ സഭാ മേലധ്യക്ഷന്മാർ MP കൊണ്ട് ആ സ്ഥലത്ത് പറയിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ 2026 ഈ പറയുന്ന ഭേദഗതിക്ക് അനുകൂലമല്ലാത്ത ഒരു നിലപാടെടുത്താൽ ക്രിസ്ത്യാനി ഏത് നിലപാടിനൊപ്പം നിൽക്കുമെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഇത് പറയുന്നത്. ഈ ജനപ്രതിനിധിയെ കൊണ്ട് പറയിക്കുകയാണ്. UDF എന്ന് പറയുന്ന അല്ലെങ്കിൽ നേരത്തെ നിലപാടനുസരിച്ച് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി BJPക്ക് അനുകൂലമായിട്ടൊരു MP MLA പറഞ്ഞാൽ അവരുടെ ഭാഗമായിട്ട് നിൽക്കുമോ? കേരളത്തിലെ നമ്മൾ രാഷ്ട്രീയം തന്നെ പറയാം. കേരളത്തിലെ രാഷ്ട്രീയത്തിനകത്ത് വർഗീയ പാർട്ടിയായിട്ടുള്ള BJP, ആ BJPക്ക് അനുകൂലമായിട്ട് ഈ പറയുന്ന മാണി ഗ്രൂപ്പിൻ്റെയോ കോൺഗ്രസിൻ്റെയോ, അതാണല്ലോ അവരുടെ ഭാഗമായിരുന്നല്ലോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അവർ പിന്നെ അവരുടെ നിലനിൽപ്പുണ്ടോ? അവരുടെ MP സ്ഥാനം പിന്നുണ്ടോ? MLA സ്ഥാനം പിന്നുണ്ടോ? അപ്പം ആ ഭാഗത്ത് നിന്നാണ് അവരുടെ പരസ്യം, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു MP, കോട്ടയത്ത് നിന്നുള്ള ഒരു MP, സഭാ മേലധ്യക്ഷന്മാരുടെ കേന്ദ്രത്തിൽ നിന്നുള്ള MP, ആ MP പോയി മുനമ്പത്ത് പറയുകയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത് BJPയുടെ വഖഫ് ഭേദഗതിയാണെന്ന് പറഞ്ഞാൽ നാളെ കാലത്തെ ക്രിസ്ത്യാനിയുടെ അഭിപ്രായം അതാണെന്നറിഞ്ഞ് ഒരുപക്ഷെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ഞങ്ങളുടെ അഭിപ്രായം ഇതാണെന്നൊരു ജനപ്രതിയെ കൊണ്ട് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണെന്ന് വിചാരിച്ചാൽ അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അതായത് ഇവിടുത്തെ ക്രിസ്ത്യാനി BJP ആഗ്രഹിക്കുന്നത് പോലെ ഇവിടുത്തെ, അല്ലെങ്കിൽ ജോർജ് കുര്യനെ മന്ത്രിയാക്കുമ്പോൾ BJP ക്രിസ്ത്യാനിയോട് പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരൂ. അല്ലെങ്കിൽ ഇവിടെ അതിനു മുമ്പ് ഒരു IAS കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് അൽഫോൻസ് കണ്ണന്താനെ കണ്ണന്താനത്തിനെ കേന്ദ്രമന്ത്രിയാക്കുന്നതിന് അദ്ദേഹത്തിന് അത്ര രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ക്രിസ്ത്യാനി, അദ്ദേഹം ഒരു IAS കാരൻ, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തെ BJPയുടെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളോടുള്ള താല്പര്യം, അല്ലെങ്കിൽ BJPയിൽ ക്രിസ്ത്യാനികൾ വന്നാൽ കിട്ടുന്ന പരിഗണന പറയുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം അങ്ങനെ ചെയ്തത്. അപ്പം ക്രിസ്ത്യാനി വന്നാൽ ജോർജ് കുര്യനെ നിർത്തിയിട്ടുണ്ട്. അപ്പം ക്രിസ്ത്യാനിക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാകണം, നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾക്കേ കഴിയൂ. അപ്പോൾ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ BJPക്ക് കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കി അവരുടെ നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കോട്ടയം പോലുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ജനപ്രതിനിധിയെ കൊണ്ട് പറയിക്കുമ്പോൾ ഒന്നെങ്കിൽ ജനപ്രതിനിധി ക്രിസ്ത്യാനികളുടെ മനസ്സും അല്ലെങ്കിൽ സഭയുടെ മനസ്സും മനസ്സിലാക്കി പറയുന്നു, അല്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാർ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ ഈ ജനപ്രതിനിധിയെ കൊണ്ട് പൊതുമധ്യത്തിൽ പറയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കൃത്യമായിട്ട് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഈ ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിൻ്റെയാണ്. അതിനകത്തൊരു വിഘടനം വളരെ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. അത് മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെടുക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ട് സാധ്യമല്ല. അതിനെതിരെ പറയാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും സാധ്യമല്ല. കേന്ദ്ര കോൺഗ്രസ് നിലപാടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെയും അല്ലെങ്കിൽ വഖഫിനും അനുകൂലമായിട്ടുള്ള നിലപാടാണ്. അത് 2026 ഇവിടെ UDFനെ ബാധിക്കും, UDFൻ്റെ വോട്ടിനെ ബാധിക്കും. UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 2026 ക്രിസ്ത്യാനി വളരെ കൃത്യമായ ഒരു നിലപാട്, ഇപ്പോൾ ഈ MP പറഞ്ഞ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാമെങ്കിൽ വീണ്ടും UDF അധികാരത്തിൽ വരാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്.